179 രൂപ പെർ മീറ്ററിൽ വരുന്ന ക്രേപ്പ് ഫാബ്രിക്കിലുള്ള റണ്ണിങ് മെറ്റീരിയലാണ് നമ്മളിന്ന് കാണുന്നത്. നമ്മളിതിനു മുമ്പും ക്രേപ്പിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫാബ്രിക് കൊണ്ടുവന്നിരുന്നു. അമേരിക്കൻ ക്രേപ്പ് കൊണ്ടുവന്നിരുന്നു, ഫ്രഞ്ച് ക്രേപ്പ് കൊണ്ടുവന്നിരുന്നു. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിൽക്കി ഫിനിഷിലുള്ള ക്രേപ്പ് ഫാബ്രിക് ആണ് കേട്ടോ. കുറച്ച് പ്രൈസ് ഉള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക പേസ്റ്റൽ കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ അമേരിക്കൻ ക്രേപ്പ് തന്നെ 2 പ്രൈസിൽ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഫ്രഞ്ച് ക്രേപ്പ് കൊണ്ടുവന്നിരുന്നു. വാങ്ങിച്ചവരൊക്കെ നല്ലതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യണ കണ്ടിരുന്നു, സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ക്രേപ്പിൻ്റെ തന്നെ കുറച്ചുകൂടിയും സിൽക്കി ആയിട്ടുള്ള ഫിനിഷ് വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ്. പ്രൈസ് ഞാൻ പറഞ്ഞതുപോലെ 179 റുപ്പീസാണ് പെർ മീറ്റർ വരുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ആലിയ കട്ടിലുള്ള ഡ്രസ്സോ അതല്ലെങ്കിൽ അനാർക്കലി മോഡലിലുള്ള ഡ്രസ്സൊക്കെ ചെയ്യാം. അതുകൂടാതെ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. അങ്ങനെ നല്ല ഇപ്പോൾ ഫ്രഞ്ച് ക്രേപ്പൊക്കെ ഇഷ്ടപ്പെട്ടവർക്കും അതുപോലെ തന്നെ കുറച്ചുകൂടി സോഫ്റ്റും സ്മൂത്തും ആയിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു പിങ്ക് കളറിലാണ്, ബേബി പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ്. തിക്ക് മീൻസ് ട്രാൻസ്പെറൻ്റ് അല്ല എന്നാണ്, അല്ലാതെ ഇങ്ങനെ ഭയങ്കര തിക്കായിട്ട് ഹാർഡായിട്ടുള്ള ഫാബ്രിക് അല്ല. നമ്മളിതിങ്ങനെ ഫോൾഡ് ചെയ്യുകയാണെങ്കിലോ പ്ലേറ്റ്സ് ചെയ്യുകയാണെങ്കിലോ ഒക്കെ ഇതേ ഫിനിഷിലാണ് വരുന്നത്. അത്രയ്ക്കും സ്മൂത്ത് ആയിട്ടുള്ളതാണ്. വന്നിരിക്കുന്ന പ്രൈസ് 179 ആണ്. നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് കളറിൽ തന്നെ ഓറഞ്ച് കളറിലും പീച്ച് കളറിലും പിങ്ക് കളറിലും ഒക്കെയുള്ള പ്രിൻ്റുകളാണ്. എല്ലാം ഡിജിറ്റൽ പ്രിൻ്റാണ് പോയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സും ഡിസൈൻസുമാണ്. സെയിം കളർ ഡിസൈൻ അല്ല, അടുത്തത് കാണുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. എല്ലാം തന്നെ ഒരു ഫ്ലോറലും ലീവ്സും ഒക്കെ ആയിട്ടുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഫിനിഷിങ് വരുന്നത് കേട്ടോ. അധികം തന്നെ ലീവ്സും ഫ്ലവേഴ്സും ആയിട്ടുള്ളതാണ്. 179 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ടോണിലാണ് ഈ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ്, വേറൊരു കളറാണ്. ഒരു പൗഡർ ഗ്രീൻ എന്ന് പറയുന്ന കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ഒരു സിൽക്കി ഫിനിഷ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അത് നമുക്ക് ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. നമുക്കിങ്ങനെ കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക പലാസോ സ്റ്റിച്ച് ചെയ്ത് മിനി ടോപ്പൊക്കെ പെയർ ചെയ്യാവുന്ന പോലത്തെ പലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ കാണുന്നതും ഒരു പൗഡർ ബ്ലൂ കളറിലേക്ക് വന്നിട്ടുള്ളതാണ്. നല്ല തിക്കാണ്. എടുക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. നമുക്കിതിൻ്റെ ഡിസൈൻസ് ഒന്ന് വെച്ച് നോക്കാം. അധികം തന്നെ ഈ ഗേൾസിൻ്റെ ഒക്കെ ഫ്രോക്സ് വരുന്നത് ഈ ഒരു ഫാബ്രിക്കിലാണ്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് ഫാബ്രിക് എങ്ങനെയാണ് വരിക എന്നുള്ളത്. നമുക്ക് ചെറിയ കുട്ടികളുടെയൊക്കെ ഉടുപ്പുകളൊക്കെ വരുന്നൊരു ഫാബ്രിക്കില്ലേ, ആ ഒരു ഫാബ്രിക്കാണ് ഈ നമ്മളിന്ന് കാണിക്കുന്നത്. 179 റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണാത്ത ഒരു പ്രിൻ്റാണ്, ഇത്ര നേരം കാണാത്ത ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഇതും ഒരു ലാവൻഡർ ഷെയ്ഡിൻ്റെ ലൈറ്റ് ടോണിലാണ് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിൻ്റാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഫാബ്രിക് കൊണ്ടുവന്നിരിക്കുന്നത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. ലാസ്റ്റ് വൺ ഇതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ തന്നെ വേറൊരു കളറാണ്. ഗ്രീനിൻ്റെ തന്നെ കളറിലാണ് വന്നിട്ടുള്ളത്. ഗ്രീനിൻ്റെ ടോണിലാണ് ഇത് വന്നിട്ടുള്ളത്. 179 റുപ്പീസ് പെർ മീറ്ററിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ ഇതിനകത്ത് പോയിട്ടുള്ളത് ഒരു റെഡും മെറൂണും പിങ്കും ഒക്കെ ആയിട്ടുള്ള പ്രിൻ്റാണ് നമ്മളിപ്പോൾ കണ്ട ഈ ഫാബ്രിക്കിൽ പോയിട്ടുള്ളത്. നമ്മളിന്ന് കണ്ടത് ക്രേപ്പിൻ്റെ തന്നെ സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലുകളുടെ കളക്ഷനാണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 179 റുപ്പീസ് പെർ മീറ്ററിലാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ടാവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ടാവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ
നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയിലും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് 1-2 പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല്ല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. വീഡിയോ ഔട്ടാകുന്ന ടൈം എന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ടാകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ടായിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30-ക്ക് ഫസ്റ്റ് വീഡിയോ ഔട്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ടാകുന്നത്. ഷോപ്പ് വർക്കാകുന്നത് 9:30-ക്കാണ്. അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ 9:30 മണി മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയൽ കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക കുറച്ചധികം നമ്പർ വെക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പ്യുവർ കോട്ടണിലുള്ളതുണ്ട്, സെമി കോട്ടണിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടുപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. പ്യുവർ കോട്ടനും പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.